മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതലും ആളെ മിസ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ പറയും നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞൂന് ശ്രീ സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ നമ്മൾ എല്ലാവരും ഈ ഒരു വേളയിൽ ഓർത്തു പോവുകയാണ്. കാരണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന വിധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കുഞ്ഞൂന് നേടുമായിരുന്ന അതേ നിലയിലേക്ക് ഒരു പക്ഷേ അതിനേക്കാൾ ഒരു പടി മുകളിലേക്ക് ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ, രണ്ടാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ, 2 മണിക്കൂർ പിന്നിടുമ്പോൾ, വോട്ടെണ്ണൽ തുടങ്ങി 2 മണിക്കൂർ പിന്നിടുമ്പോൾ 2-3 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ ചാണ്ടി ഉമ്മന്റെ വിജയം അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പ്രവചിച്ചു തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതലും വോട്ട് നേടിയ ലീഡ് നില ഉറപ്പിച്ചിരിക്കുന്ന ആൾ എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ ഇതാ ഗജകേസരി യോഗത്തിലേക്ക് മാറുന്നു. പട്ടാഭിഷേകം തുടരുന്നു. 10,000-ൽ പരം വോട്ടുകൾക്ക് മുകളിലേക്ക് ചാണ്ടി ഉമ്മൻ ഇതാ ഉയരുകയാണ് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ചാണ്ടി ഉമ്മൻ ഉയരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇതാ ചാണ്ടി ഉമ്മൻ ഇതാ 10,000-ൽ പരം വോട്ടുകൾക്ക് കയറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ 10,000 പരം വോട്ടുകൾക്ക് ചാണ്ടി ഉമ്മൻ ഉയരുമ്പോൾ തീർച്ചയായും നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ നിലവിലെ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മൻ നമുക്കറിയാം വിജയിക്കുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. വിജയം ഉറപ്പിച്ച ചാണ്ടി ഉമ്മനും നിന്നിരുന്നു. ചാണ്ടി ഉമ്മന്റെ ഒരു പ്രചരണ രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 രൂപ പോലും നോട്ടീസിനോ അല്ലെങ്കിൽ ഈ പ്രചരണത്തിനോ എന്തിനേറെ പറയുന്നു കൊട്ടിക്കലാശത്തിന് പോലും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. ആ പണം 1 രൂപ പോലും പാഴാക്കാതെ ഈ പണമെല്ലാം നമുക്ക് ഒരു വീട് എന്ന സ്വപ്നം കണ്ടുതിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് നൽകാം എന്നുള്ള ചാണ്ടി ഉമ്മന്റെ ആ തിങ്ക് തന്നെയാണ്, ആ തോട്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്കിവിടെ വ്യക്തമാകുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി പറയാൻ സാധിക്കും. എന്തായാലും വോട്ടുകൾ നമുക്ക് മനസ്സിലാകുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ ജനതയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ 10,100 വോട്ടുകൾക്ക് ഇതാ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഒരു പക്ഷേ ആദ്യം വിജയിച്ച വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ആദ്യം വിജയിച്ച ഒരു റിസൾട്ട് വരുന്ന പൂർണ്ണമായും വിജയ റിസൾട്ട് വരുമ്പോൾ ആദ്യം നിൽക്കുന്നത് ചാണ്ടി ഉമ്മന്റെ പേര് തന്നെയായിരിക്കും. പല ചാനലുകളും ചാണ്ടി ഉമ്മന്റെ പേര് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് നില എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം ഇവരെല്ലാവരും പ്രതീക്ഷിച്ച ഒന്നായതുകൊണ്ട് തന്നെയാണ്. ഇന്ന് രാവിലെ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെയും ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ വലിയ പള്ളിയിൽ ചെന്ന് ഉമ്മൻചാണ്ടിയുടെ ഖബറിൽ പ്രാർത്ഥിച്ച് പുഷ്പമൊക്കെ അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു റിസൾട്ട് തീർച്ചയായും ചാണ്ടി ഉമ്മന്റെ അച്ഛൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ട് കൂടിയാണ്. ചാണ്ടി ഉമ്മന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഈ നിമിഷം അദ്ദേഹം ജയിച്ചാലും ഒരു MLA ആവണം എന്ന ആഗ്രഹമേ ഉള്ളൂ, മന്ത്രി ആവണമെന്നോ ആഗ്രഹമൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷെ കേരള ജനതയ്ക്ക് മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മൻ എന്നൊരു മന്ത്രിയെ ആവശ്യമുണ്ട്, ഇവിടുത്തെ യുവതലമുറയ്ക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്നാലും ചാണ്ടി ഉമ്മൻ ഇതാ മിന്നൽ വിജയം നേടിയിരിക്കുകയാണ്.